സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് അറുതിയില്ല. കലാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് അടക്കമുള്ള ലഹരി പിടികൂടുന്നത് സ്ഥിര സംഭവമാകുകയാണ്. തിരുവനന്തപുരം പാളയത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പാളയം മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 455 നമ്പർ മുറിയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടേതാണ് ഈ മുറി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് പാളയം മെൻസ് ഹോസ്റ്റലിലും എക്സൈസ് പരിശോധന നടത്തിയത്. ഹോസ്റ്റലിലെ 15 മുറികൾ നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം കഞ്ചാവ് പിടികൂടി. ആളൊഴിഞ്ഞ നിലയിൽ 455 നമ്പർ മുറിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഈ മുറിയിൽ താമസിക്കുന്നതെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ MDMA-യും കഞ്ചാവും ഉണ്ടെന്നാണ് വിവരം കിട്ടിയത്. MDMA നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രതിയും ഇല്ലായിരുന്നു. ഒരു തമിഴ്നാട്ടുകാർ ഒരു യുവാവെന്നാണ് അറിവ്. റൂം തുറന്നിടക്കുകയായിരുന്നു. 455 റൂം നമ്പർ. പുസ്തകമൊക്കെ വയ്ക്കുന്ന ചോറോട് ചേർന്ന ഒരു ഷെൽഫുണ്ട്. അവിടെ നിന്ന് പേപ്പർ പൊതിയിൽ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നത്. 20 ഗ്രാമാണ് കിട്ടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് രാവിലെ 10:30 എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. 70-ലധികം മുറിയുള്ള വലിയ ഹോസ്റ്റലാണിത്. ഉച്ചവരെ പരിശോധന നീണ്ടുനിന്നു. 12:30 പരിശോധന പൂർത്തിയാക്കി എക്സൈസ് സംഘം മടങ്ങി. ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവുണ്ടെന്ന വിവരത്തെ തുടർന്ന് പെട്ടെന്ന് പരിശോധന നടത്തുകയായിരുന്നു. ചിലരുടെ ഫോട്ടോയടക്കം എക്സൈസ് സംഘം വിദ്യാർത്ഥികളെ കാണിച്ചിരുന്നു. എന്നാൽ ഹോസ്റ്റലിലെ കൂടുതൽ മുറികളും അടഞ്ഞുകിടക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. കലാലയങ്ങളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇന്ന് കണ്ടത്. ഇവിടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്നത്തെ റെയ്ഡ് ചൂണ്ടിക്കാട്ടുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം.